ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എസ്രയുടെ പുസ്തകം 4-ാം അധ്യായം. പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമീൻ്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിൻ്റെയും പൃഥുഭവന തലവന്മാരുടെ അടുക്കൽ വന്നവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശ്ശൂർ രാജാവായ എസർഹദ്ദോൻ്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. അതിന് സെരുബ്ബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ പൃഥുഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിതതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാമെന്ന് പറഞ്ഞു. ആകയാൽ ദേശനിവാസികളെ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിൻ്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാര്യാവേശിൻ്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അഹശ്വേരോഷിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കിൽ തന്നെ അവർ യഹൂദയിലെ യെരൂശലേമിലെ നിവാസികൾക്ക് വിരോധമായി അന്യായ പത്രം എഴുതി അയച്ചു. അർത്തഷ്ടാ രാജാവിൻ്റെ കാലത്ത് ബിഷ്ലാമും മിത്രദാത്തും താബയേലും ശേഷം അവരുടെ കൂട്ടക്കാരും പാർസി രാജാവായ അർത്തഷ്ടാ രാജാവിന് ഒരു പത്രിക എഴുതി അയച്ചു. പത്രിക അരാമ്യ അക്ഷരത്തിൽ അരാമ്യ ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു. ധർമാധ്യക്ഷനായ രഹൂമും രായസക്കാരനായ ശിംഷായിയും യെരൂശലേമിന് വിരോധമായി അർത്തഷ്ടാ രാജാവിനും ഒരു പത്രിക എഴുതി അയച്ചു. ധർമാധ്യക്ഷൻ രഹൂമും രായസക്കാരൻ ശിംഷായിയും ശേഷം അവരുടെ കൂട്ടക്കാരായ ദീന്യർ, അഫർസത്യർ, തർപ്പേലിയർ, അഫർസ്യർ, അർക്കവ്യർ, ബാബേലിയർ, ശൂഷന്യർ, തേഹാവ്യർ, ഏലാമ്യർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ അസ്പനാർ പിടിച്ചുകൊണ്ടുവന്ന് ശമരിയ പട്ടണങ്ങളിലും നദിക്കീക്കരെ മറ്റു ദിക്കുകളിലും പാർപ്പിച്ചിരിക്കുന്ന ശേഷം ജാതികളും ഇത്യാദി അവർ അർത്തഷ്ടാ രാജാവിന് അയച്ച പത്രികയുടെ പാർപ്പ് എന്തെന്നാൽ, നദിക്കീക്കരെയുള്ള നിന്റെ ദാസന്മാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ തിരുമുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ യെരൂശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള പട്ടണം പണിയുകയും അതിൻ്റെ മതിലുകൾ കെട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിത് മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കയില്ല. അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തുമെന്ന് രാജാവിന് ബോധിച്ചിരിക്കണം. എന്നാൽ ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാകിയാലും രാജാവിന് അപമാനം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ലായകയാലും ഞങ്ങൾ ആളയച്ച് രാജാവിനെ ഇത് ബോധിപ്പിച്ചു കൊള്ളുന്നു. അവിടുത്തെ പിതാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ നോക്കിയാൽ ഈ പട്ടണം മത്സരവും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്ക് ഉപദ്രവമുള്ള പട്ടണമെന്നും അതിലവർ പുരാതനമായ കലഹമുണ്ടാക്കിയതിനാൽ ഈ പട്ടണം നശിച്ചു കിടക്കുന്നുവെന്നും വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അറിവാകും. ഈ പട്ടണം പണിയുകയും അതിൻ്റെ മതിലുകൾ കെട്ടിത്തീരുകയും ചെയ്താൽ അത് നിമിത്തം അവിടത്തേക്ക് നദിക്ക് ഇക്കരെ ഒരു അവകാശവും ഉണ്ടായിരിക്കില്ലെന്ന് രാജാവിനെ ഉണർത്തിച്ചുകൊള്ളുന്നു. അതിന് രാജാവ് ധർമ്മധ്യക്ഷനായ രഹൂമിനും രായസക്കാരനായ ശിംഷായിക്കും ശമരിയ നിവാസികളായ അവരുടെ കൂട്ടക്കാർക്കും നദികൾക്കും അക്കരെയുള്ള ശേഷം പേർക്ക് മറുപടി എഴുതി അയച്ചത് എന്തെന്നാൽ, നിങ്ങൾക്കും കുശലം ഇത്യാദി നിങ്ങൾ കൊടുത്തയച്ച പത്രിക നമ്മുടെ സന്നിധിയിൽ വ്യക്തമായി വായിച്ചു കേട്ടു. നാം കൽപ്പന കൊടുത്തിട്ട് അവർ ചോദന ചെയ്തു നോക്കിയപ്പോൾ ആ പട്ടണം പുരാതനമായ രാജാക്കന്മാരോട് എതിർത്തു നിൽക്കുന്നത് എന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നെന്നും യെരൂശലേമിൽ ബലവാന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു. അവർ നദിക്ക് അക്കരെയുള്ള നാടൊക്കെയും വാണു കരവും നികുതിയും ചുങ്കവും വാങ്ങി വന്നുവെന്നും കണ്ടിരിക്കുന്നു. ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നതുവരെ അവർ പട്ടണം പണിത് നിർത്തിവെക്കേണ്ടതിന് ആജ്ഞാപിപ്പീൻ. നിങ്ങൾ അതിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിരിപ്പീൻ. രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത്. അർത്തഷ്ടാ രാജാവിൻ്റെ എഴുത്തിൻ്റെ പകർപ്പ് രഹൂമും രായസക്കാരനായ ശിംഷായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ട ശേഷം അവർ യെരൂശലേമിലെ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ടെന്ന് ബലാത്കാരത്തോടെ അവരെ ഭേമിച്ച് പണിമുടക്കി. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ പണി മുടങ്ങി. പാർസി രാജാവായ ദാര്യാവേശിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങിക്കിടന്നു.